ഹലോ ഗൈസ്, ഇപ്പോൾ ഡ്യൂട്ടി ടൈം തീരുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് യാസറങ്ങ് മുങ്ങിയും കമ്പനി. ഞാൻ എന്തായാലും ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഇറങ്ങലേ നടക്കത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഷട്ടറിന്റെ കീ ഒടിച്ചുകൊണ്ട് എനിക്കിപ്പോൾ പണിയായി. ഇങ്ങനെ ഇറങ്ങലേ നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ പണിയാണ് അത് മൊത്തം അടക്കലും നടക്കത്തില്ല. അതെല്ലാം കഴിഞ്ഞ് കമ്പനിന്ന് പുറത്തോട്ടിറങ്ങിയപ്പോൾ അനു പറഞ്ഞു നീ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ കറങ്ങി വരാമെന്ന് പറഞ്ഞ വണ്ടിയുടെ ഫ്രണ്ട് നോക്കിയപ്പോൾ രക്ഷയില്ലാത്ത ബ്ലോക്ക്. ആ ബ്ലോക്കും കഴിഞ്ഞ് വരണമെങ്കിൽ 10-15 മിനിറ്റ് ബ്ലോക്കെല്ലാം താണ്ടി വണ്ടി കയറി വണ്ടി കിട്ടി. ഇനി നേരെ റൂമിലോട്ട് പോകുന്ന വഴി നേരെ ഫലാഫിൽ ഇടയ്ക്ക് ഒരു ഫലാഫിൽ അങ്ങോട്ട് പഠിച്ചു. വിശപ്പ് കൊണ്ട് രക്ഷയില്ല. അതെല്ലാം കഴിഞ്ഞ് നേരെ റൂമിലെത്തി. നമ്മളൊരു മാമ നാട്ടിൽ നിന്ന് അപ്പൊ പുള്ളിയായിട്ട് നേരെ പർച്ചേസിന് വേണ്ടി പുറത്ത് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ ഇതേ റൂമിൽ കുറെ സാധനം ഇരിക്കും. നമ്മൾ അപ്പുറത്തെ റൂമിലേക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന കുറെ സ്നാക്സ് ഐറ്റംസ്. 2 മണിയാകുമ്പോൾ മാമാനെ കൊണ്ട് എയർപോർട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ 10 മണിയാകുമ്പോൾ കയറി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോൾ നൗഫലിക്ക് കളിച്ചിട്ട് ഒരു തണ്ണിമത്തുണ്ട് കഴിച്ചിട്ട് വന്നു. അങ്ങനെ അതും കഴിച്ച് കുറച്ച് നേരം നൗഫലിക്കായിട്ട് ഇരുന്ന് സമയം പോയി. പിന്നെ 12 മണിയായപ്പോഴാണ് അവിടെ നിന്ന് വിട്ടത്. അതുകൊണ്ട് ഇനി കിടക്കലൊന്നും നടക്കത്തില്ല. കുറച്ച് നേരം മാറി റൂമിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സമയമായി 1 മണിയായപ്പോൾ ബാഗെല്ലാം പാക്ക് ഞങ്ങൾ നേരെ റൂമിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോകും. എയർപോർട്ടൊക്കെ എത്തി വണ്ടിയിൽ നിന്ന് ലഗേജ് ഒക്കെ പുറത്തിറക്കി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സംസം വെള്ളം മേടിക്കും. മദീന എയർപോർട്ടിൽ ഹജ്ജ് ടെർമിനലിന്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് ആയിട്ടാണ് സംസം വെള്ളം. ഒരു കുപ്പി സംസം വെള്ളം നമുക്ക് നാട്ടിലോട്ട് ഉണ്ട്. അത് ലഗേജിൽ അവർ ഇൻക്ലൂഡ് ചെയ്യും. 12 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുപ്പി സംസം വെള്ളം. അങ്ങനെ സംസം വെള്ളം പിടിച്ച് മാമാക്ക് ഒരു ബയ്യം പറഞ്ഞ് ഞാൻ ബയ്യ അവിടെ നേരെ രാത്രി 2 മണിയായാലും 3 മണിയായാലും കൊള്ളാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുടിക്കാതെ റൂമിൽ കയറി ഒരു സുഖമില്ല. അതുകൊണ്ട് നേരെ ഒരു ജ്യൂസ് കുടിക്കാന്ന് പറയുന്നത്. നല്ല തണുപ്പുണ്ടായി. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് റൂമിലോട്ട്. അപ്പോൾ ഓക്കെ ബൈ.